ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് റീമാൻ ഇൻറ്റഗ്രലിൻ്റെ ബൗണ്ടഡ്നെസ് പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് കൂടിയായിരിക്കും? ബൗണ്ടഡ് കൂടിയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. Let f be a Riemann integrable function on closed interval ab with integral L. If possible, let f be an unbounded function. Since f is Riemann integrable on closed interval ab and the integral of f over closed interval ab is L, corresponding to epsilon equal to 1, there exists a real number delta greater than 0 such that for any tagged partition p dot of closed interval ab with a norm less than delta, modulus of s of f comma p dot minus l is less than 1. എന്താ ഇവിടെ പറയുന്നത്? എഫ് എന്ന് പറയുന്നത് ഒരു റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ഒരു റിയൽ നമ്പർ എൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് കാണിക്കേണ്ടത് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണോ? ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പ്രൂഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, അപ്പോൾ ഒരു റിയൽ നമ്പർ എൽ എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഒരു ഡെൽറ്റ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഈ ഡെൽറ്റ എപ്സിലോണേക്കാളും ചെറുതായി വരുന്ന ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുന്നു. ഈ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡെൽറ്റനേക്കാളും ലെസ്സായി വരുന്ന രീതിയിലൊരു ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ പി ഡോട്ട് എടുക്കണു, സച്ച് ദാറ്റ് എന്ത് പറയാം? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. Therefore, modulus of s of f comma p dot minus modulus L less than or equal to modulus of s of f comma p dot minus L which is less than 1. ഈ ഇനീക്വാളിറ്റി എന്തായിരുന്നു? മോഡ് എ മൈനസ് മോഡ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ആണെന്ന് അറിയാം അല്ലേ? നമ്മൾ ഈ ഇനീക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പ്രോബ്ലം 5 ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് മൈനസ് മോഡ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്ന് കിട്ടി. ആ നെഗറ്റീവ് മോഡുലസ് ഓഫ് എൽ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം നോം പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനത്തെ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. Let a equal to x0, x1, etc., xn minus 1, xn equal to b be any partition of closed interval ab with the norm of the partition less than delta. Okay, since f is not bounded on closed interval ab, modulus of f is not bounded on closed interval ab. Hence, there exists at least one subinterval, say closed interval xk minus 1 comma xk on which mod f is not bounded. For if mod f is bounded on each subinterval closed interval xi minus 1 comma xi by mi, then it is bounded on closed interval ab by maximum of m1, m2, etc. mn. എന്താ പറയുന്നത് ഇവിടെ? നമ്മളൊരു ടാഗ്ഡ് പാർട്ടീഷൻ അല്ല, ഒരു പാർട്ടീഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തറിയാം? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ എന്തല്ല? ബൗണ്ടഡ് അല്ല. അതായത് മോഡുലസ് ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ എം ആയിരിക്കും. എന്തായിരുന്നു ഒരു ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ? ഏതൊരു എം പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് ആൻ എക്സം ബിലോങ്സ് ടു ആ ഫംഗ്ഷൻ ഏത് ഡൊമെയിനിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ചെയ്യുക, ഇവിടെ നമ്മൾ എഫ് എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു എം പോസിറ്റീവ് റിയൽ നമ്പർ കൺസിഡർ ചെയ്താലും ദർ എക്സിസ്റ്റ് ആൻ എക്സം ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സം ഗ്രേറ്റർ ദാൻ എം ആയിരിക്കും.
ഓക്കെ, ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിൻറ്റ് എനിക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സച്ച് ദാറ്റ് ആ പോയിൻറ്റിൻ്റെ ഫങ്ഷൻ വാല്യൂ എന്തായിരിക്കും, ഈ എമ്മിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ കാര്യം നമ്മൾ അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, മോഡ് എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സും എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അങ്ങനത്തെ ഒരു പോയിൻറ്റ് കിടക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കെ -1, എക്സ് കെയിലാണ്. അതായത് ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവെല്ലെങ്കിലും ഈ പാർട്ടീഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ പോയിൻ്റ് കിടക്കുന്നത് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ എക്സ് കെ -1, എക്സ് കെയിലാണ്. അറ്റ്ലീസ്റ്റ് ഒന്നാണ് പറയുന്നത്, അതായത് ഒന്നോ അതിൽ കൂടുതലോ ഇൻ്റർവെൽസിൽ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്ന പോയിൻറ്റ്സ് കിടക്കുന്നുണ്ടാകും. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരുന്നെങ്കിൽ ഈ സബ് ഇൻ്റർവെൽസിലെ ഓരോ സബ് ഇൻ്റർവെല്ലിലും ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ സബ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക, അവിടുത്തെ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ m1, സെക്കൻഡ് സബ് ഇൻ്റർവെൽ m2 എക്സെട്ര. nth സബ് ഇൻ്റർവെൽ mn ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു ബൗണ്ട്, ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ ഒരു ബൗണ്ട് നമുക്ക് പറയണമല്ലോ. ആ ബൗണ്ട് എന്ന് പറയുന്നത് m1, m2 എക്സെട്ര mnൻ്റെ മാക്സിമം എടുത്താൽ മതി. അപ്പോൾ ആ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിട്ട് വരും. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അവസാനം എന്ത് വരും, ഒരു കോൺട്രഡിക്ഷനിലെത്തും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു, അതായത് അറ്റ്ലീസ്റ്റ് വൺ സബ് ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആകുന്ന പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ പോയിൻ്റ് ഞാൻ എക്സ് കെ -1, എക്സ് കെ എന്ന് പറയുന്ന സബ് ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നതെന്ന് പറയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, നൗ ലെറ്റ് ടി ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഐ ഈക്വൽ ടു 1, 2 എക്സെട്ര അപ് ടു n ആൻഡ് ഐ നോട്ട് ഈക്വൽ ടു കെ. എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു പാർട്ടീഷൻ പറഞ്ഞു, ഇനി ടാഗഡ് പാർട്ടീഷനാണ് പറയാൻ പോകുന്നത്. അവിടെ ടാഗഡ് പാർട്ടീഷനിൽ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് വേണം, ഒരു പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. ആ പോയിൻ്റ് ഇവിടെ എന്തായിട്ടാണ് എടുക്കുന്നത്, നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് ഐ -1, എക്സ് ഐയിലെ റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് നമ്മുടെ ടാഗഡ് പോയിൻ്റ്. ഓക്കെ, ടി ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഓൾ ഐ ഈക്വൽ ടു 1, 2 എക്സെട്ര അപ് ടു n ആൻഡ് ഐ നോട്ട് ഈക്വൽ ടു കെ. അതായത് ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആയി വരുന്ന പോയിൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ഒഴികെ ബാക്കിയുള്ള സബ് ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്യാം. ആ സബ് ഇൻ്റർവെൽസിലെ റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് എന്തായിട്ട് വരുന്നത്, ഇവിടെ നമ്മൾ ടി ഐ ആയിട്ട് എടുക്കുന്നത്. സോ അതാണ് നമ്മുടെ പുതിയ പാർട്ടീഷൻ, ടാഗഡ് പാർട്ടീഷൻ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒരു പാർട്ടീഷൻ മാത്രമായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് പറയണം, ആ പാർട്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാഗഡ് പാർട്ടീഷൻ പറയാണ്. ഓക്കെ, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഐ ടി കെ ഇൻറ്റു എക്സ് കെ -1 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് ടി പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ -1. എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു എക്സ് കെ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അൺബൗണ്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന ആ റീജിയൻ്റെ ഏരിയയും എന്ത് തന്നെയായിരിക്കും, അൺബൗണ്ടഡ്. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും എന്തായിരിക്കും, അൺബൗണ്ടഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാക്കിയുള്ള റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയകളിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, പ്ലസ് നമ്മളൊരു പോയിൻ്റ് രണ്ട് ടേം കൂടെ അവിടെ ആഡ് ചെയ്യുന്നിട്ട് +1 പ്ലസ് മോഡുലസ് ഓഫ് എൽ. നമുക്ക് ഇത്രയും വേണ്ടതുള്ളൂ. ഒരു ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ, ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് എ നമ്പർ എക്സം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ m ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുന്ന m ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ 1 പ്ലസ് മോഡ് എൽ പ്ലസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ -1. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി ലെറ്റ് ക്യൂ ഡോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ -1, എക്സ് ഐ വിത്ത്
ti I equal to 1 to n. Then clearly norm q dot less than delta, and by 2 we get modulus of s of f comma q dot equal to modulus of summation I equal to 1 to n f of ti into xi minus 1. ഓക്കെ, അവിടെ എന്താ പറയുക, നമ്മൾ ടാഗഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്യുക. നമ്മൾ തൊട്ട് മുകളിൽ ടി ഐ എങ്ങനെ എടുക്കണേ, എക്സ് ഐ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അവിടെ ഐ നോട്ട് ഈക്വൽ ടു കെയിൽ നമ്മൾ ആ ഒരു ഇൻ്റർവെൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ആ ടി ഐ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഐ ആയിട്ടാണ് എടുക്കുന്നത്. സോ ആ ടാഗഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് ക്യൂ ഡോട്ട് എന്ന് വിളിക്കുന്നു. ദെൻ ആ ക്യൂ ഡോട്ടിൻ്റെ നോം എന്ത് തന്നെയാണ്, ലെസ് ദാൻ ഡെൽറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് എന്ന് പറയുന്നതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1. ഓക്കെ, അവിടെ നമ്മൾ ആ മോഡുലസിനെ കെയുടെ ഇൻ്റർവെൽ സെപ്പറേറ്റ് ആയിട്ടും ബാക്കിയുള്ള ഇൻ്റർവെൽ വേറെ ടേംസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1 മൈനസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ ഇനീക്വാളിറ്റി എന്താ, മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് മോഡ് ബി എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യാം, മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് എ എനിക്ക് എങ്ങനെ എഴുതാം, മോഡ് എ പ്ലസ് ബി മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എ പ്ലസ് ബി പ്ലസ് മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ മോഡ് എ പ്ലസ് ബി പ്ലസ് മോഡ് മൈനസ് ബി എന്ന് വരും. ഇപ്പം എന്താ നമുക്ക് കിട്ടിയത്, മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് മോഡുലസ് ഓഫ് ബി എന്ന് കിട്ടി. ഈ മോഡുലസ് ഓഫ് ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്ന് കൊടുക്കും. ഈ ഇനീക്വാളിറ്റിയാണ് നമ്മളിവിടെ ഈ ഒരു ലൈനിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഈ ടേം എന്താന്ന് പറഞ്ഞിട്ടാ, ഈ ഒരു ടേം ഇവിടെ ഉണ്ടല്ലേ, ദെൻ ഈ നെഗറ്റീവ് ടേം നോക്കാം. ഈ ഒരു ടേമിനെ എന്ത് ചെയ്താൽ മതി, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി കെ ഇൻറ്റു എക്സ് കെ മൈനസ് 1 മൈനസ് മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് പറയും. അത് ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ഒരു ടേം, ഈ ഫുൾ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 ആണെന്ന് പറയാം. ഓക്കെ, വിച്ച് ഈസ് കോൺട്രഡിക്ട്സ് 1. കാരണം എന്താ, നമ്മൾ 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 ആണെന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് എങ്ങനെ കിട്ടിയത്, നമ്മൾ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ ഡെൽറ്റേനേക്കാളും നോം ചെറുതായി വരുന്ന രീതിയിലുള്ള ഏതൊരു ടാഗഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറഞ്ഞത്, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ പി ഡോട്ട് ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ പുതുതായിട്ടൊരു ക്യൂ ഡോട്ട് എന്ന് പറയുന്ന ടാഗഡ് പാർട്ടീഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അവിടുത്തെ ടാഗ്സ് നമ്മൾ ആ ടി ഐ എന്ന് പറയുന്നത് ജസ്റ്റ് ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, അങ്ങനെ പുതിയൊരു ടാഗഡ് പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അവിടുത്തെ നോം എന്ത് തന്നെയാണ്, ലെസ് ദാൻ ഡെൽറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ടാഗഡ് പാർട്ടീഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ടാഗഡ് പാർട്ടീഷൻ എന്തെന്നായിട്ട് വരേണ്ടിയിരുന്നത്, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 ആയിട്ടാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് കോമ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, തെറ്റായിരുന്നു. അതായത് ഫങ്ഷൻ എന്തല്ല, അൺബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അല്ല. ഓക്കെ, അപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ എന്തായിരിക്കും, ബൗണ്ടഡ് ഫങ്ഷൻസ് ആയിരിക്കും.
ഓക്കെ, വേറെ ഒന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.